ഡീകോഡിലേക്ക് വിശദമായി. കേട്ടുകേൾവിയില്ലാത്ത കൂട്ടക്കൊലപാതകങ്ങളും കൊടും ക്രൂരതകളും നാട്ടിലാകെ നടമാടുമ്പോൾ ഭരണകൂടത്തിന്റെ ഇടപെടലുണ്ടാകേണ്ട സമയം അതിക്രമിച്ചുവെന്ന ആവലാതികൾക്കിടയിൽ ഇന്ന് സംസ്ഥാനത്തിന്റെ ജനപ്രതിനിധി സഭ ആ ആശങ്കയേറ്റുന്ന സാമൂഹിക യാഥാർത്ഥ്യം ചർച്ചയ്ക്കെടുത്തു. ഭരണ പ്രതിപക്ഷ പോരിനപ്പുറം ഒന്നിച്ചു നീങ്ങേണ്ട അവസാന സമയമാണിതെന്ന ബോധ്യം സഭയ്ക്കുണ്ടായിട്ടുണ്ട്. പ്രശ്നം പുതിയ ജനറേഷനിൽ മാത്രമല്ല, കാരണം ലഹരിയും സിനിമയും മാത്രവുമല്ല, പരന്നുകിടക്കുന്ന കാരണങ്ങളും വിശാലവും അതിസങ്കീർണവുമായ സാമൂഹിക സാഹചര്യവുമാണ്. അതിൻ്റെ ആഴം പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ആ ബോധ്യത്തിലൂന്നിയുള്ള വിശകലനങ്ങളും സഭയിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ചർച്ച കൊണ്ട് മാത്രമായില്ല, അമാന്തമില്ലാത്ത നടപടികളാണ് ആവശ്യം. ഉണർന്ന് പ്രവർത്തിക്കണം ഭരണകൂടവും സംവിധാനങ്ങളും. അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് സഭയിൽ മണിക്കൂറുകൾ നീണ്ട ചർച്ചയിൽ വാദപ്രതിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായി. അതൊക്കെ മാറ്റി നിർത്തി ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ പോസിറ്റീവായ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും പരിഹാര മാർഗങ്ങളും എന്തൊക്കെയാണ്? വേഗത്തിലൊന്ന് പരിശോധിക്കാം. പരിധി വിടുന്ന അക്രമം, ലഹരി ചർച്ച ചെയ്ത നിയമസഭ. പരിധി വിടുന്ന അക്രമങ്ങളും ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതും രൂക്ഷമായ ലഹരി ഉപയോഗവുമാണ് ഇന്ന് നിയമസഭാ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ സഭ ചർച്ചയ്ക്കെടുത്തത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു പ്രമേയാവതാരകൻ. ആ പ്രമേയ അവതരണത്തിൽ തന്നെ ചില സർക്കാരിനെതിരെ ചില അമ്പുകളുണ്ടായി. ആ തൊടുത്ത അമ്പുകളിൽ മുഖ്യമന്ത്രി പ്രകോപിതനാകുന്നതും പിന്നീട് ചർച്ച ചില ആംഗിളുകളിലൊക്കെ വഴിവിട്ട് പോകുന്നതും നമ്മൾ കണ്ടു. എങ്കിൽ കൂടിയും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച ഭൂരിഭാഗം ആളുകളും ഒരേ തരം നിലപാടിലാണ് എത്തിച്ചേർന്നത്. ഒന്നിച്ച് മുന്നോട്ട് നീങ്ങേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ള ബോധ്യം സഭയ്ക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ലഹരി ഉപയോഗം ആഗോളതലത്തിൽ വർദ്ധിച്ചു എന്ന് മുഖ്യമന്ത്രി തന്നെയാണ് സഭയിൽ അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ സ്പീച്ചിൽ, അദ്ദേഹത്തിൻ്റെ അവസാന പ്രസംഗത്തിൽ ഈ അടിയന്തര പ്രമേയ ചർച്ച കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ആഗോളതലത്തിൽ തന്നെ ലഹരി ഉപയോഗവും അതിക്രമങ്ങളും ഒക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ നേരാനുപാതികമായി കേരളത്തിലും വർദ്ധിച്ചിട്ടുണ്ട് എന്നതല്ലാതെ വലിയ തോതിലുള്ള വലിയ ഗൗരവതരത്തിൽ കേരളത്തിൽ മാത്രമുള്ള ഒരു വിഷയമായി ഇതിനെ കാണരുത് എന്ന് വ്യംഗ്യമായി സൂചിപ്പിക്കുന്നുണ്ട് മുഖ്യമന്ത്രി. അതിനെ എങ്ങനെ എടുക്കണം എന്നുള്ളത് ഒരു പ്രശ്നാധിഷ്ഠിതമായ വിഷയമാണ്. എങ്കിൽ കൂടിയും ആഗോളതലത്തിൽ അക്രമങ്ങൾ വർദ്ധിച്ചു. അതിന് അദ്ദേഹം അമേരിക്കയിലെ കൊളറാഡോയിൽ അമേരിക്കയിൽ വിവിധ സമയങ്ങളിലായിട്ടുണ്ടാകുന്ന സ്കൂളുകളിൽ ഉണ്ടാകുന്ന വെടിവെപ്പുമൊക്കെ ഉദാഹരിക്കുന്നതും കണ്ടു. ഈ കുട്ടികൾ സ്കൂളിൽ വെടിവെപ്പ് നടത്തുന്നതും അതിൽ നിരവധി ആളുകൾ അധ്യാപകരടക്കം കൊല്ലപ്പെട്ടു പോകുന്നതും. ഇപ്പോൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ ലഹരി വിഷയങ്ങളിലും ക്രൈമിനെതിരെയും അമേരിക്ക പോലെയുള്ള ഒരു രാജ്യം കൈക്കൊള്ളുന്ന കടുത്ത നടപടികളും ഈ നടപടികൾക്കൊക്കെ ഇടയിലും ഈ അക്രമങ്ങളും അരാജകത്വവും ലഹരി ഉപയോഗവുമൊന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത ആഗോള സാഹചര്യവുമൊക്കെ മുഖ്യമന്ത്രി ഉദാഹരിക്കുന്നത് നമ്മൾ കാണുകയാണ്. എല്ലാ അതിക്രമങ്ങളിലും ലഹരിയില്ല എന്നുകൂടി മുഖ്യമന്ത്രി പറയുകയാണ്. അതായത് അതിക്രമങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് സമീപകാലങ്ങളിൽ. പ്രത്യേകിച്ചും ഇപ്പോൾ വെഞ്ഞാറമൂടിലെ അഫ്ഫാൻ നടത്തിയ കൂട്ടക്കൊലപാതകത്തിൽ തന്നെ ഈ അഫ്ഫാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സിന്തറ്റിക് ഡ്രഗ്സിനൊന്നും അഡിക്റ്റ് അല്ല എന്ന് ഇതിനകം പോലീസ് പറഞ്ഞിട്ടുണ്ട്. അന്ന് ആ കൊലപാതകം നടത്തുന്ന ഘട്ടത്തിൽ മദ്യപിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് MDMA അല്ലെങ്കിൽ കഞ്ചാവോ അല്ലെങ്കിൽ ഈ സിന്തറ്റിക് ഡ്രഗിനോ ഒന്നും അഫ്ഫാൻ അടിമയായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രശ്നം സാമ്പത്തിക വിഷയങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലത്തിലുണ്ടായ മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെയാണ് കൊലപാതകത്തിന് കാരണമായത് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാവാം മുഖ്യമന്ത്രി പറയുന്നത് സംസ്ഥാനത്ത് സമീപകാലത്തുണ്ടായ മുഴുവൻ അതിക്രമങ്ങളിലും ലഹരി ഒരു കാരണമായി വന്നിട്ടില്ല. അതുകൂടി ഈ ചർച്ചയിൽ ഒരു ഘടകമായി വരണമെന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത്. പല കാര്യങ്ങളും പോലീസിനും പുറത്താണെന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. എന്ന് വെച്ചാൽ പ്രതിപക്ഷം അതായത് ഈ അതിക്രമങ്ങൾ വർദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ലഹരി ഉപയോഗം ക്രമാതീതമായി കൂടുമ്പോൾ, നിയന്ത്രണാതീതമായി വർദ്ധിക്കുമ്പോൾ അത് തടയാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ ഒരു ആക്ഷൻ പ്ലാൻ ഭരണകൂടത്തിനില്ല എന്ന വിമർശനം പ്രതിപക്ഷം നടത്തിയപ്പോൾ അതിന് പല ന്യായീകരണങ്ങൾ മുഖ്യമന്ത്രി ചമക്കുന്നത് നമ്മൾ കണ്ടു. അതിലൊന്ന് പല കാര്യങ്ങളും പോലീസിങ്ങിന് പുറത്തുള്ളത് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ലഹരി ഉപയോഗം തടയാൻ ഒരു പക്ഷേ പോലീസിന് കഴിഞ്ഞേക്കും, എക്സൈസ് വകുപ്പിന് കഴിഞ്ഞേക്കും, ലഹരി കടത്ത് തടയാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഇതിൻ്റെ സോഴ്സിൽ ചെന്നുകൊണ്ട് ഇതിൻ്റെ ഒഴുക്ക് പൂർണ്ണമായും തടയാൻ
അതൊരു പക്ഷേ സിസ്റ്റത്തിന് കഴിയുന്നില്ല എന്നുള്ള ഒരു പരിമിതിയായിരിക്കണം അദ്ദേഹം പറഞ്ഞത്. ഒപ്പം ഈ പാരന്റിങ്ങിലൊക്കെ ഇപ്പോൾ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതിപ്പോൾ പോലീസിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. അത് വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് തുടങ്ങേണ്ട കാരണങ്ങളുണ്ട്. സിനിമയ്ക്കകത്ത് ഇപ്പോൾ പല ഹിംസാത്മക ഹിംസ പ്രമേയമായി വരുന്ന സിനിമകളുണ്ട്, അക്രമവാസന പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളുണ്ട്. ഇതൊക്കെ ഒരു പക്ഷേ സെൻസറിങ് ഉണ്ട്. ഇപ്പോൾ മാർക്കോ പോലെയുള്ള സിനിമകളിലേക്ക് കുട്ടികൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല, തിയേറ്ററിലേക്ക്. പക്ഷേ ആ സിനിമ OTT വരുമ്പോൾ കുട്ടികൾക്ക് യഥേഷ്ടം കാണാം. കുട്ടികളുടെ കയ്യിൽ എല്ലായ്പ്പോഴും മൊബൈലുകളുണ്ട്, സ്മാർട്ട് ഫോണുകളുണ്ട്. ഈ മാർക്കോ സിനിമയാണോ ഇവർ കാണുന്നത് എന്ന് രക്ഷിതാക്കൾക്ക് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ മാർക്കോ സിനിമയിലെ ഉൾപ്പെടെ, മാർക്കോ പോലെയുള്ളത് ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം, ഇങ്ങനെ അക്രമവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്ന മലയാളത്തിലെയും ബോളിവുഡിലെയും ഹോളിവുഡിലെയും വിദേശ ചിത്രങ്ങളൊക്കെ, അതിലേക്ക് ക്ലിപ്പിങ്ങുകളടക്കം ഈ കുട്ടികൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തടയാൻ ഒരു പക്ഷേ പോലീസിംഗ് കൊണ്ട് മാത്രം കഴിയുന്ന ഒന്നല്ല എന്നൊരു കാര്യം കൂടി മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്ന നമ്മൾ കണ്ടു. കുട്ടികളുടെ ഒറ്റപ്പെടൽ, സിനിമാ സ്വാധീനം, അക്കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ചത്. പുതിയ കാലത്തെ കുട്ടികൾ എന്ന് വെച്ചാൽ ഈ പ്രത്യേകിച്ചും പോസ്റ്റ് കോവിഡ് ഇറയിലെ കുട്ടികൾ, അതിപ്പോൾ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഹൈസ്കൂൾ തലം മുതൽ ബിരുദാനന്തര ബിരുദ തലം വരെയുള്ള വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ ഈ അക്രമവാസന അല്ലെങ്കിൽ കുറ്റവാസന കൂടി വരുന്നുണ്ട്. അതിലൊരു 5% വർധനവ് 2024 തന്നെയുണ്ട്. അപ്പോൾ അതിന് ഈ ലഹരി മാത്രം കാരണമല്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. കുട്ടികൾക്കിടയിൽ മാനസികമായ പല പ്രശ്നങ്ങളുമുണ്ട്, അവർക്കിടയിൽ ഒറ്റപ്പെടലുണ്ട്, അവർക്കിടയിൽ അധിക സമ്മർദ്ദമുണ്ട്, ഒപ്പം ഈ സിനിമാ സ്വാധീനവുമുണ്ട്. അപ്പോൾ ഇത് പരിഹരിക്കാൻ ഭരണകൂടത്തിന് വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല, സമൂലമായൊരു സാമൂഹിക മാറ്റത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നുള്ള കാര്യം കൂടിയാണ് ഇന്നിപ്പോൾ സഭയിലെ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞത്. സിനിമയിലെ ഹിംസാത്മക പരിശോധിക്കപ്പെടണം. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നത് കേട്ടു. ഇപ്പോൾ പല സിനിമകൾ കാണുമ്പോൾ അതായത് അക്രമവാസന വളരെയധികം നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് എനിമീസിനെ കൊല്ലുന്ന തരത്തിലുള്ള പ്രമേയമുള്ള സിനിമകൾ കാണുന്ന സമയത്ത് ഇതിനൊക്കെ എങ്ങനെ സെൻസറിങ് അനുമതി കിട്ടിയെന്ന് ആശ്ചര്യപ്പെടുത്തുന്നതാണെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ തന്നെ പറയുന്നത് കേട്ടു. അപ്പോൾ സിനിമയിലെ ഹിംസാത്മക പരിശോധിക്കപ്പെടണം എന്നുള്ളൊരു നിലപാട് അത് പൊതുസമൂഹത്തിലാകെയുണ്ട്. ഇന്നലെ ഇപ്പോൾ വൈ ദിസ് കൊലവറി എന്നുള്ള പ്രമേയത്തിൽ മീഡിയ വണ്ണം ഇത് ഒരു മാരത്തോൺ ലൈവായി ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അതിലൊക്കെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ള ആളുകൾ, പ്രതിനിധികൾ വന്ന് സംസാരിച്ചപ്പോഴും സിനിമയിലെ സ്വാധീനം അവർ സൂചിപ്പിക്കുന്നത് കണ്ടതാണ്. ഇന്നിപ്പോൾ സഭ ഇത് ചർച്ചയ്ക്കെടുത്തപ്പോഴും സിനിമയിലെ സ്വാധീനം ചർച്ച ചെയ്യേണ്ട ഒന്നാണ്, അതിൽ ഇടപെടേണ്ട ഒന്നാണ്, നിയന്ത്രിക്കപ്പെടേണ്ട ഒന്നാണ് എന്നൊരു പൊതുധാരണയിലെത്തുന്നതാണ് നമ്മൾ കാണുന്നത്. സാമൂഹ്യശാസ്ത്രപരമായ ചികിത്സ വേണം എന്ന് വെച്ചാൽ വേഗത്തിൽ പോലീസ് ഇറങ്ങി അല്ലെങ്കിൽ എക്സൈസ് ഇറങ്ങി ഭരണകൂടം ഇറങ്ങി വേഗത്തിൽ ആക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയല്ല. എല്ലാ മേഖലകളും ചേർന്ന് കൊണ്ടുള്ള ഒന്നായിക്കൊണ്ടുള്ള ഒരു സാമൂഹിക മുന്നേറ്റമാണ് ഇക്കാര്യത്തിൽ വേണ്ടത് എന്നുള്ളൊരു പൊതുധാരണയിൽ ഇന്ന് ജനപ്രതിനിധി സഭയായി നിയമസഭ എത്തിയിട്ടുണ്ട്. അതിൽ സാമൂഹ്യശാസ്ത്രപരമായ ചികിത്സയാണ്. കുട്ടികളുടെ കാര്യത്തിലാണ് അങ്ങനെ ഒരു കാര്യം നിർദ്ദേശിക്കപ്പെട്ടത്. സാമൂഹ്യശാസ്ത്രപരമായ ചികിത്സ വേണം. കുട്ടികളുടെ പുതിയ മനോഗതി, അവരുടെ ചിന്താഗതി, അവരുടെ ഇടങ്ങൾ, ഇതൊക്കെ പരിശോധിച്ചുകൊണ്ട് അവരെ എങ്ങനെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ കരിക്കുലത്തിലടക്കം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഒരു ക്രിയാത്മകവും ബൃഹത്തായതുമായ ഒരു മാസ്റ്റർ പ്ലാൻ വേണം എന്നുള്ള കാര്യം കൂടി നിയമസഭയിൽ ചർച്ചയ്ക്ക് വരികയാണ്. ജനാധിപത്യ സംസ്കാരം ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ജനാധിപത്യ മൂല്യങ്ങൾ പുതിയ വിദ്യാർത്ഥികൾക്കിടയിൽ, പുതിയ യുവതയ്ക്കിടയിൽ നഷ്ടമാകുന്നു എന്നുള്ള കാര്യം അത് റീൽസിൽ ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഒരു തലമുറയ്ക്കും ഒരു തരത്തിലും ഉപകാരം ചെയ്യാത്ത, പ്രയോജനം ചെയ്യാത്ത, ജീവിതത്തിൽ ഒരു ഗുണവുമില്ലാത്ത തരത്തിലുള്ള റീൽസിൽ അഭിരമിക്കുന്ന പുതിയ തലമുറയുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ജനാധിപത്യ സംസ്കാരം ഇല്ലാതാകുന്ന നടപടിയിലും കൃത്യമായ പുനർവിചിന്തനം വേണം എന്ന് പറയുന്നതിനോടൊപ്പം രക്ഷിതാക്കളും മാറണം എന്ന് എല്ലാവരും അക്കാര്യത്തിൽ ഊന്നി നിൽക്കുന്നുണ്ട്. പുതിയ കാലത്തെ വിദ്യാർത്ഥികളെ, പുതിയ കാലത്തെ തലമുറയെ അവരുടെ മനോനില, ചിന്താഗതി മാറ്റി വരണമെന്നുണ്ടെങ്കിൽ പുതിയ കാലത്തെ രക്ഷിതാക്കളും മാറണം. കാര്യം പുതിയ അവബോധങ്ങൾ, പുതിയ കുട്ടികളുടെ ചിന്താഗതി അത് ഉൾക്കൊണ്ടുകൊണ്ട് അവർ ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്, തിരിച്ചു കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധ്യവും പുതിയ രക്ഷിതാക്കൾക്കും വേണം എന്ന് മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറയുന്നതാണ് നമ്മൾ കണ്ടത്. ലഹരിക്കെതിരെ ഒരുമിക്കണം എന്നുള്ള കൂട്ടായ ഒരു പ്രതിജ്ഞ ഇന്ന് സഭ എടുത്തിട്ടുണ്ട്. അത് സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നും കഴിഞ്ഞ ദിവസമൊക്കെ ഈ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന
സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ അഭിപ്രായം തേടുമ്പോഴൊക്കെ അക്കാര്യം ഉയർന്നു വരുന്നുണ്ട്. ലഹരിക്കെതിരെ ഒരുമിക്കണമെന്നുള്ളൊരു ആഹ്വാനം കൂടി ഇന്നത്തെ സഭാ സമ്മേളനത്തിൽ ഉയർന്നിട്ടുണ്ട്. വിശാലാലോചനാ യോഗം ചേരാൻ മുഖ്യമന്ത്രി ഇന്ന് ആഹ്വാനം ചെയ്യുന്നു. മുഖ്യമന്ത്രി സർക്കാർ അതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. വിശാലാലോചനാ യോഗം എന്ന് പറയുമ്പോൾ അതിൽ രാഷ്ട്രീയ രംഗത്തുള്ളവർ, സാംസ്കാരിക മേഖലയുള്ളവർ എന്ന് വെച്ചാൽ സിനിമ, നാടക മേഖലയിലൊക്കെ ഉള്ളവർ വേണം, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇപ്പോൾ ഒരു പ്രാദേശിക തലത്തിലേക്ക് വരുമ്പോൾ ഒരു നാട്ടിലെ ക്ലബ്ബ് ഭാരവാഹികളെ, അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ, അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളെ, അവിടുത്തെ മത സംഘടനകളുടെ ഒക്കെ പ്രതിനിധികളെ വിളിച്ചുകൊണ്ട് ഒരു കൂട്ടായ ആലോചനാ യോഗം ചേർത്തുകൊണ്ട് ഓരോ മേഖലയിലും എങ്ങനെ നമുക്ക് ഈ വിപത്തിനെ തുടച്ചു നീക്കണമെന്ന് ആലോചിക്കണം എന്നൊക്കെയുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഇന്നത്തെ സഭാ സമ്മേളനത്തിൽ ഈ അടിയന്തര പ്രമേയ അവതരണത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും വസ്തുതയാണ്. അപ്പോൾ സെയ്ഫ് സൈനുലാബ്ദീൻ കൂടി നമ്മോടൊപ്പം ഈ സമയം ചേരുന്നുണ്ട്. സെയ്ഫ്, അതായത് തർക്ക വിതർക്കങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഇന്നത്തെ സഭാ സമ്മേളനത്തിൽ ഉണ്ടായി. അതിനപ്പുറത്തേക്ക് ഈ ആശങ്കപ്പെടുത്തുന്ന പുതിയ സാമൂഹിക സാഹചര്യത്തെ മറികടക്കാൻ അതിലൊരു പരിഹാരം എന്നോണം ക്രിയാത്മകമായ എന്തെല്ലാം നിർദ്ദേശങ്ങൾ ഇന്നത്തെ സഭാ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്? സെയ്ഫ്, കൗമാരക്കാരിൽ നിന്നും യുവാക്കളിൽ നിന്നും സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഇപ്പോൾ നമ്മൾ പല ദിവസങ്ങളിലായി കേട്ടുവരുന്നത്. ക്രൂരതകൾ ഉണ്ടായിട്ടുണ്ട്, കൊലപാതകങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 15ഉം 16ഉം വയസ്സുള്ള കൗമാരക്കാർ, അതുപോലെ തന്നെ 20-23 വയസ്സുള്ള യുവാക്കളടക്കമുള്ളവർ ക്രൂരമായ കൊലപാതകത്തിലേക്ക് എത്തിച്ചേരുന്നു. അതും വീട്ടുകാരെ, സുഹൃത്തുക്കളെ എല്ലാം മർദ്ദിക്കുന്ന, കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്ന വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ആവശ്യം. ഏതാണ്ട് 2.5 മണിക്കൂറോളം നീണ്ട ചർച്ചയും മറുപടിയുമെല്ലാം നിയമസഭയിൽ നടന്നു. സമീപകാലത്ത് നിയമസഭയിൽ നടന്ന അടിയന്തര പ്രമേയ ചർച്ചയിൽ ആഴത്തിലുള്ള ചർച്ചയും മറുപടിയും നടന്ന ഒരു ദിവസമായി തന്നെ ഇതിനെ അങ്ങനെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നു. സംസ്ഥാന സർക്കാർ അതിനകത്തൊന്നും അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അതെങ്ങനെ നടപ്പാക്കണമെന്ന് അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. പക്ഷേ ആ ചർച്ച അത് പ്രയോജനകരമായിരുന്നു എന്ന് നമുക്ക് പൊതുവെ വിലയിരുത്താൻ കഴിയും. വരും ദിവസങ്ങളിൽ അതിൻ്റെ അന്തിമ തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കാം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും അടിയന്തര പ്രമേയം അവതരിപ്പിച്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെല്ലാം വിവിധ നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് വച്ചിട്ടുണ്ട്. കേരളത്തിൽ രാസലഹരി അത് ചെറുതായിട്ടല്ല ബാധിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ അതിനകത്ത് പരാജയപ്പെട്ട് പോയി. ഇനിയെങ്കിലും അത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നത് തടയാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ട് അല്ലെങ്കിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല സംസാരിച്ചത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സംസാരിക്കുമ്പോഴും അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് വെച്ചു. 2 ഐജിമാരെ ചുമതലപ്പെടുത്തണം. 2 സോണുകളായി തിരിച്ചുകൊണ്ട് 2 ഐജിമാരെ ചുമതലപ്പെടുത്തണം. ഒന്ന് സൗത്ത്, ഒന്ന് നോർത്ത്. 2 ഐജിമാർക്ക് അതിൻ്റെ ഈ ലഹരി പിടിക്കാൻ വേണ്ടിയുള്ള ചുമതല പൂർണ്ണമായും നൽകിക്കൊണ്ട് അവർക്ക് പൂർണ്ണ അധികാരം അതിനകത്ത് നൽകണം. അങ്ങനെ അവരുടെ കാര്യക്ഷമമായ ഇടപെടലുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പിടിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ കേരളത്തിലേക്ക് ഈ ഡ്രഗ്സ് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ഈ ഡ്രഗ്സ് കടത്തുന്ന ആൾക്കാർക്ക് മനസ്സിലാകും. അങ്ങനെ ഇതൊരു പരിധിവരെ തടയാൻ കഴിയും. മറ്റ് സോഷ്യൽ ഇടപെടലുകൾ കൂടി ഇതിനകത്ത് നടത്തിക്കൊണ്ട് മാത്രമേ ഈ പദ്ധതി പൂർണ്ണ തോതിൽ നടപ്പാക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ നിയമസഭയിൽ ഇത് പ്രതിപക്ഷം കൊണ്ടുവരുന്നു, സംസ്ഥാന സർക്കാർ അതിനകത്ത് മറുപടി നൽകുന്നു, പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ നൽകുന്നു, സംസ്ഥാന സർക്കാരും പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുന്നു. അതിനപ്പുറത്തേക്ക് പോയി പ്രായോഗികമായ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്ന വിമർശനം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു. സംസ്ഥാന സർക്കാർ ഇതിനകത്ത് പ്രായോഗികമായി എന്ത് നിലപാട് സ്വീകരിച്ചാലും അതിനകത്ത് പൂർണ്ണ പിന്തുണ പ്രതിപക്ഷത്തിൻ്റേത് ഉണ്ടാകും. അത് സ്വീകരിക്കുന്നില്ല എന്നുള്ള പരാതി മാത്രമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചപ്പോൾ സമീപകാലത്ത് മുഖ്യമന്ത്രി അടിയന്തര പ്രമേയ ചർച്ചയും അല്ലെങ്കിൽ മറ്റ് ധനാഭ്യർത്ഥന ചർച്ചകൾക്ക് മറുപടി പറയുന്ന വിശാലമായ മറുപടി പറയാറുണ്ട്. വിശാലമായ മറുപടി പറയുന്നതിനൊപ്പം തന്നെ അദ്ദേഹം പലതരത്തിലുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ചർച്ചയിൽ അദ്ദേഹം ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് എന്തുകൊണ്ട് കേരളത്തിൽ ഇതുണ്ടാകുന്നു എന്നതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു സംസാരം, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ സംസാരം അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ സംസാരം നമുക്ക് കാണാൻ കഴിഞ്ഞു. അത് കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയം, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയം, അവർ അനുഭവിക്കുന്ന സമ്മർദ്ദം, രക്ഷിതാക്കൾ അവരെ പരിഗണിക്കാത്തത്, കളിസ്ഥലങ്ങളില്ലാതായി പോയത്, സൗഹൃദങ്ങളില്ലാതായി പോയത്, മൊബൈലിലും മറ്റും ഒതുങ്ങിപ്പോയത്, ഗെയിമുകളുടെ അമിത സ്വാധീനം, ഇതെല്ലാം വസ്തുതാപരമായി നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ശരിയാണ്. പക്ഷേ അവിടെ സംസ്ഥാന സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.
മുഖ്യമന്ത്രി ഇങ്ങനെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു, ഇതാണ് ഇതിൻ്റെയൊക്കെ കാരണമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. പക്ഷേ അത് ഒറ്റയ്ക്ക് ഒരു സംവിധാനത്തിന് മാത്രം നടപ്പാക്കിയെടുക്കാൻ കഴിയുന്നില്ല. ഒരു സാമൂഹിക അവബോധം കൂടി, ഒരു എക്സിക്യൂട്ടീവ് ചെയ്യുന്നതിനപ്പുറം ഒരു സാമൂഹിക അവബോധം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിൽ നിന്ന് കേരളത്തിന് കയറാൻ കഴിയൂ എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി സംസാരിച്ചതെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ തോന്നിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിശാല യോഗം ലഹരിയുമായി ബന്ധപ്പെട്ട് ലഹരിക്കടത്ത്, ലഹരി അക്രമങ്ങൾ തടയാൻ വേണ്ടി സമൂഹത്തെ ബോധ്യപ്പെടുത്തുക, വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ കൗമാരക്കാരെ, യുവാക്കളെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തുക, അതിനുവേണ്ടി ഒരു വിശാല യോഗം ചേരാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. അത് ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രമല്ല, സർക്കാർ, പ്രതിപക്ഷം, സമൂഹത്തിൻ്റെ വിവിധ കോണുകളിലുള്ള എല്ലാ സകലമാന മേഖലകളിലുള്ള ആൾക്കാർ, സിനിമ, സാഹിത്യം, കല, അങ്ങനെ സമൂഹവുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ആൾക്കാരും ചേർന്നുകൊണ്ടുള്ളൊരു വിശാല യോഗം വിളിച്ചുകൊണ്ട് വിവിധ അവബോധം ഉണ്ടാക്കുക, അതിനൊപ്പം തന്നെ സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് നടപടികൾ കർശനമായി നടപ്പാക്കുക. ഇങ്ങനെ ഈ രണ്ട് സംവിധാനം കൊണ്ട് മാത്രമേ ഇത് നടപ്പാകൂ എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ സംസാരത്തിൻ്റെ ആകെ തുക. അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ട്. അത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ കഴിയും. കുറച്ച് ദിവസങ്ങൾ സ്വാഭാവികമായിട്ട് സഭാ സമ്മേളനത്തിൻ്റെ, CPM സമ്മേളനത്തിൻ്റെ എല്ലാം തിരക്കിലാകും. അതിന് പിന്നാലെ തന്നെ അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കുകയും ആ യോഗം ചേർന്നുകൊണ്ട് ഇപ്പോൾ നമ്മൾ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ കൗമാര യുവാക്കളിൽ ഉണ്ടാകുന്ന ഈ അമിതമായ അക്രമമായ ആസക്തി, അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ചില ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ശരി സൈഫ്, എന്തായാലും സമൂഹം ചെന്നുപെട്ടിരിക്കുന്ന അങ്ങേയറ്റം അപകടകരമായ അവസ്ഥയെക്കുറിച്ചുള്ള ബോധ്യവും നിയമസഭയ്ക്കുണ്ടായിട്ടുണ്ട്. അതിൽ ഊന്നിക്കൊണ്ടുള്ള ക്രിയാത്മകമായ ചർച്ചകളും പരിഹാര നിർദ്ദേശങ്ങളും ഒക്കെ സഭയ്ക്കകത്ത് ഉയർന്നിട്ടുണ്ട്. വേഗത്തിൽ ആക്ട് ചെയ്യാം എന്ന് ഭരണകൂടം ഉറപ്പു നൽകുകയും ചെയ്യുന്നുണ്ട്. അതിന് പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയുമുണ്ട്. പക്ഷേ ചർച്ച കൊണ്ട് മാത്രമായില്ല, നടപടികൾ വേഗത്തിലാകണം. ഇപ്പോൾ മുഴുവനായിട്ടുള്ളൊരു സാമൂഹിക മാറ്റത്തിലൂടെ മാത്രമേ നമുക്കിതിൽ നിന്ന് മുക്തമാകാൻ കഴിയൂ എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാമൂഹിക മാറ്റം വേഗത്തിൽ നമുക്ക് സാധ്യമാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിന് പൊതുജനങ്ങളും ഒന്നിച്ച് നിന്നുകൊണ്ട് സാമൂഹികാലോചനാ യോഗങ്ങൾക്കപ്പുറത്തേക്ക് എല്ലാവരും കൂടിച്ചേർന്ന് ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് കടക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് ഇന്നത്തെ നിയമസഭാ ചർച്ച വിളിച്ചു പറഞ്ഞത്.